പിന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒരു വാഹനത്തിന്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. അതായത് ഇത് വെള്ളത്തിലൂടെ ഇറക്കി കഴിഞ്ഞാലുള്ള എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോഴും മൈലേജ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ആതിര മുരളി. പുതിയൊരു ഓട്ടോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പം ഇലക്ട്രിക് യുഗമാണ്. അപ്പോൾ ഒരുപാട് സ്കൂട്ടറുകളും കാറുകളും ഒക്കെ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗിൽ നമ്മൾ ഒരു സ്കൂട്ടറിൻ്റെ ചെയ്തിരുന്നു, ഇലക്ട്രിക് സ്കൂട്ടർ. അതിനുശേഷം എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു വാഹനം ആയിരുന്നു ഒരു ഇലക്ട്രിക് കാർ റിവ്യൂ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ എടുത്ത ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു വാഹനമാണ്. ടാറ്റ നെക്സോൺ EV എന്ന് പറഞ്ഞിട്ടുള്ള വാഹനമാണ് എടുത്തിട്ടുള്ളത്. കാര്യം ഒരുപാട് യൂസേഴ്സിൻ്റെ റിവ്യൂ അറിഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാനും ഇതുവരെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്ത് നോക്കിയില്ല, ഇപ്പോഴാണ് ചെയ്യുന്നത്. ജസ്റ്റ് അവിടുന്ന് ഈ ഒരു റിവ്യൂ എടുക്കുന്ന ഈ ഒരു പ്ലേസിലേക്കുള്ള ഒരു ഡ്രൈവ് ചെയ്തിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കാര്യം പ്രതീക്ഷയിലും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഈ ഒരു വാഹനം തന്നത്. പ്രത്യേകിച്ച് ആ ഒരു സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു പവർ, കാല് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങ് കുതിച്ച് കയറുമായിരുന്നു. അപ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അത് പറയാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം 129 HP പവറാണ് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നത്. കൂടാതെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 30.12 kWh ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം കൂടാതെ ഇതിൽ വന്നേക്കുന്ന നെക്സോൺ ഡീസലും പെട്രോളും ഉണ്ടല്ലോ, അതിൽ നിന്നൊരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പെട്രോൾ ഡീസൽ നെക്സോണിൽ വന്നേക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 209 ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ബാറ്ററി എക്സ്ട്രാ വന്നുകൊണ്ട് അത് അടിഭാഗത്തേക്ക് ആഡ് ഓൺ ആയതുകൊണ്ട് അതിൽ ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിപ്പം 205 ഉള്ളത്. എന്നാലും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കൂടാതെ നമുക്കിനി ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ബോണറ്റിനുള്ളിലെ കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ പറഞ്ഞ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന സിപ്റ്റോൺ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം വന്നേക്കുന്നത്. കൂടാതെ നമ്മുടെ മറ്റു വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ, അതായത് നെക്സോണിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു ഫ്ലൂയിൻ്റെ ഒരു സ്പേസ് കാര്യങ്ങൾ. ഇത് സെക്കൻഡറി ബാറ്ററിയാണ്. പിന്നെ ഇവിടെ നമുക്ക് വിൻഷിലേക്കുള്ള വാട്ടർ കൊടുക്കുന്നതിൻ്റെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നതിൻ്റെ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോർമൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന് പകരം ഇവിടെ മോട്ടറാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 129 HP പവറും അതുപോലെ ടോർക്ക് എന്ന് പറയുന്നത് 245 Nm ടോർക്കും നൽകുന്നൊരു പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു തവണ ചാർജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്താൽ ഫുൾ ചാർജ്, അല്ലെങ്കിൽ ഒരു 80 to 100 ആ ഒരു ഗ്യാപ്പ് സ്പേസിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അല്ലാതെ നോർമൽ നമ്മുടെ വീടുകളിലൊക്കെ ചാർജ് ചെയ്യുന്നതാണെങ്കിൽ രാത്രി നമ്മളൊരു 8 മണിക്കൂറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തേക്ക് ഫുൾ ചാർജ് ആകും എന്നാണ് കമ്പനി പറയുന്നത്. വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു കളറിനെ കുറിച്ചാണ്. ഇപ്പോൾ EVക്ക് മാത്രമുള്ളൊരു കളറാണ് ടീൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളർ. കൂടാതെ ഇതിൻ്റെ തന്നെ വൈറ്റും സിൽവറും അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു ബ്ലൂ സ്ട്രിപ്പ് കണ്ടോ, ഇത് ഈ ഒരു EVനെ മാത്രം കാണിച്ചു തരുന്നൊരു കളറാണ്. കൂടാതെ ഇവിടെ EV എന്നുള്ളൊരു ചെറിയൊരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. ബാക്കി നോർമൽ സൈഡ് പ്രൊഫൈലെല്ലാം നെക്സോൺ പെട്രോൾ ഡീസൽ ആ ഒരു സെയിം ഉള്ളത് തന്നെയാണ്. ടയർ സൈസും കാര്യങ്ങളും എല്ലാം 16 ഇഞ്ചും കാര്യങ്ങളൊക്കെയാണ്, സെയിം ആണ്. നമുക്കിനി ഉള്ളിലേക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു സ്വിച്ച് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, ഒന്ന് പ്രസ് ചെയ്തു. അപ്പോഴത്തേക്ക് EV എന്നുള്ളൊരു സിമ്പിളൊക്കെ വന്നിട്ട് ക്ലസ്റ്റർ ഓണായി. അപ്പം ഓൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ന്യൂട്രൽ, റിവേഴ്സ്, ഡ്രൈവ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ ഗിയർ നോബ് ടേൺ ചെയ്യുന്നതനുസരിച്ചിട്ട് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. റിവേഴ്സാണിത്. പിന്നെ റൈറ്റിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഡ്രൈവ്, സ്പോർട്സ്, അങ്ങനെ ഓപ്ഷൻസ് മാറി കാണിക്കാം. അപ്പോൾ അതിൽ ഡ്രൈവ് കഴിഞ്ഞിട്ട് സ്പോർട്സ് ആക്കുമ്പോഴത്തേക്കും ആ ഒരു എനർജി ഫ്ലോ എന്നുള്ളത് കണ്ടോ, റെഡ് സിമ്പിളായി. അതായത് എനർജി കൂടുതൽ എടുക്കും, പക്ഷെ നല്ല പവർ ആയിരിക്കും. ശരിക്കും ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് ശരിക്കും ഈ വാഹനം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അമ്മാതിരി പെർഫോമൻസ് ആണ്, നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന പവറാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കണ്ട്, ഈ ഒരു താഴെയുള്ളത്, ഇത് എനർജി ഫ്ലോ നമുക്ക് റണ്ണിങ് ടൈമിൽ ഇത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ആ ഒരു ബ്ലൂ ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നമുക്ക് എനർജി കുറച്ചുകൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. അതായത് ആ ഒരു ഗ്രാഫിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എനർജി കുറച്ചുകൂടെ ലോസ് ആവും. ആ ഒരു ഗ്രാഫിന് താഴത്തേക്ക് വരുവാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടിരിക്കും. അപ്പം ആ ഒരു നമുക്ക് സ്ട്രെയിറ്റ് ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു എനർജി ഫ്ലോ എന്നുള്ളത് കണ്ടോ, അതായത് എനർജി പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് കാലൊക്കെ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലൂ മാറിയിട്ട് അവിടെ റെഡ് ആവുന്നുണ്ട്. അതായത് എനർജി കൂടുതൽ എടുക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇതൊരു
അനലോഗും ഡിജിറ്റലും കോമ്പിനേഷൻ ഉള്ളൊരു ക്ലസ്റ്ററാണ് നമുക്കുള്ളത്. കൂടാതെ അതിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, ക്ലസ്റ്റർ കാണാൻ തന്നെ നല്ല രസമുണ്ട്. കൂടാതെ സ്റ്റിയറിംഗ് ആണെങ്കിലും നമ്മുടെ ആ നെക്സോണിൻ്റെ ടൈപ്പ് പുതുതായിട്ട് അപ്ഡേഷൻ വന്ന ആ ഒരു ക്ലസ്റ്ററിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് ഇതിനും ഉള്ളത്. ടെലിസ്കോപ്പിക്കും ടിൽറ്റബിളും ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. കൂടാതെ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അതിൽ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് നമുക്ക് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഈ കാർ സ്റ്റാർട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ആ ഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ ഗ്രാഫ് ത്രൂ നമുക്കിത് റെക്കോർഡറാണ് ഇതിൽ. അപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എ സിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള എ സി ആണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കീ. കൂടാതെ ഈ ഒരു ഗിയർ നോബ് ഇതാണ്. ന്യൂട്രൽ, റിവേഴ്സ്, ഡ്രൈവ്, സ്പോർട്സ്. ഇത് നമുക്ക് റൈറ്റിലേക്കൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ കറക്റ്റ് ഏതാണോ നമ്മൾ മോഡ് ഇട്ടേക്കുന്നത് അത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ്. വളരെ സൈലൻ്റ് ആണ്, സൗണ്ടേ ഇല്ല. ആകെപ്പാടെ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എ സിയുടെ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതാണ് കേൾക്കുന്നത്. ബാക്കി പുറത്തുനിന്നുള്ള നോയ്സും കുറച്ച് കേൾക്കാം. അങ്ങനെ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും അപ്പം വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കൂടാതെ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടു നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആളുകളൊക്കെ വഴിയിലുണ്ടെങ്കിൽ ഹോൺ അടിച്ച് യൂസ് ചെയ്യുക. കാര്യം ഈ വണ്ടി വരുന്നതെന്ന് നമുക്ക് അറിയാനേ സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. കാര്യം അത്ര സൈലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു EV-നെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പം ഡ്രൈവ് മോഡ് ഇട്ടു പോവാണേ. വളരെ സൈലൻ്റ് ആണ്, നല്ല റെസ്പോൺസും ഉണ്ട്, കാല് കൊടുക്കുമ്പോഴേ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു 0 to 100 എന്ന് പറയുന്നത് ആ സ്പീഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 9.9 സെക്കൻഡാണ് എടുക്കുന്നത്. നല്ല റെസ്പോൺസ് ആണത്. കൂടാതെ സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോഴത്തേക്കുമാണ് ശരിക്കും രസകരമായിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്പോർട്സ് മോഡ് ആക്കുവാണ്, ഒന്ന് റൈറ്റിലേക്ക് ആക്കി സ്പോർട്സ് ആയി. അപ്പോഴത്തേക്കും ആ വണ്ടി കുതിക്കുവാണ്, നല്ല സ്പീഡാണ്, നല്ല പോക്കാണ് പോകുന്നത്. അതായത് കാലം കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്പീഡാണ്. ഞാൻ ഹൈവേയിലൊന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഹൈവേയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് 5% ഉള്ളൂ. അതായത് എക്സ് ഷോറൂം പ്രൈസിൻ്റെ 5% ആണ് റോഡ് ടാക്സ് വരുന്നത്. സാധാരണ ഒരു 12 to 13 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ നോർമൽ വാഹനങ്ങളിലൊക്കെ ഈടാക്കുന്നത്. അതുമാതിരി ഈ ഒരു വാഹനത്തിന് 5% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അത് ഈ ഇലക്ട്രിക് വാഹനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ആ ഒരു കുറവ് വന്നിട്ടുള്ളത്. നല്ലൊരു കാര്യം തന്നെ. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാര്യം ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1400 കിലോ ആണ്. അതായത് മറ്റേ പെട്രോൾ ഡീസൽ നെക്സോണിനേക്കാളും ഒരു 150 കിലോ കൂടുതലാണ്. കാര്യം ഈ ഒരു ബാറ്ററി വന്നതുകൊണ്ടാണ്. ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സെൻട്രലായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എസ്പെഷ്യലി ടേണിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ടും ആ ഒരു സ്റ്റെബിലിറ്റിയും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങും വരുന്നുണ്ട്. വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്കിംഗ്. അതായത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആക്സിലേഷൻ ഓട്ടോമാറ്റിക്കലി കട്ടാവുകയാണ്. അതായത് പല സിറ്റുവേഷനിലും ബ്രേക്ക് ചവിട്ടേണ്ട കാര്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ആ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് അപ്ലൈ ആവുകയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ലോസ് ആവുന്നില്ല അധികമായിട്ട്. അത് തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ഒരു റീജനറേഷൻ ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം സിറ്റി ഡ്രൈവിലാണ് കൂടുതലും മൈലേജ്, അതായത് കൂടുതൽ ചാർജ് നിൽക്കുന്നത്. അതേസമയം ഇതൊരു ലോങ് ഡ്രൈവ് ഹൈവേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ ഒരു ഗ്രാഫില്ലേ, ആ ഗ്രാഫ് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോകാൻ വേണ്ടി. അതൊരു ഇപ്പോൾ 40 ആണ് 40, അല്ലെ 60 ആണ് 60, അല്ലെ 80 ആണ് 80, ആ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോഴും മൈലേജ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ആ ഗ്രാഫ് ഒരു വര പോലെയാണ് വന്നേക്കുന്നത്. ഞാൻ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയത്. കൂടാതെ ഇതിൻ്റെ ചാർജിങ്, ഇതിൻ്റെ ഒരു ഒറ്റ തവണത്തെ ചാർജിങ്ങിലും കൊണ്ട് നമുക്ക് 312 കിലോമീറ്റർ ആണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ചാർജിങ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും സാധിക്കും.
പിന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. അതായത് ഇത് വെള്ളത്തിലൂടെ ഇറക്കിക്കഴിഞ്ഞാലുള്ള എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ കൊടുത്തിരിക്കുന്നത് IP67 സർട്ടിഫൈഡ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ റോഡുകളിലൊക്കെ ഇറങ്ങി ഈ ഒരു വാഹനം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് മഴയത്തും വെള്ളത്തിലൂടെയൊക്കെ, അതായത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളത്തിലല്ല, അത്യാവശ്യം നമ്മുടെ ഈ ഒരു നെക്സോൺ ഇറങ്ങുന്ന ഒരു വെള്ളത്തിൻ്റെ ലെവലിൽ ആ ലെവലിൽ തന്നെ ഈ ഒരു വാഹനം യൂസ് ചെയ്യാം. കാര്യം ബാറ്ററിക്കകത്തേക്കൊന്നും ഡസ്റ്റോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും കയറത്തില്ലാത്ത രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമേ വരുന്നില്ല. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ മോട്ടറിന്റെ അതുപോലെ തന്നെ ബാറ്ററിയുടെ ഒക്കെ വാറണ്ടി എന്ന് പറയുന്നത് 8 വർഷമോ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആവുന്ന ആ ഒരു ടൈമോ, ആ രണ്ടിലേതെങ്കിലും എപ്പാവുന്നോ അതനുസരിച്ചായിരിക്കും ഇതിന്റെ വാറണ്ടി വരിക, അതായത് മോട്ടറിനും ബാറ്ററിയുടെയും. കൂടാതെ ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു വെഹിക്കിൾ വാറണ്ടി എന്ന് പറയുന്നത് ഏകദേശം 3 കൊല്ലം കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു പാക്കേജ് ആണ് ടാറ്റ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടയത്തു നിന്ന് എറണാകുളത്തിന് എന്നും ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒറ്റ ചാർജിൽ 312 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ യാത്രയിൽ സ്ഥിരം റൊട്ടീനിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വാഹനം എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആണ്. കാര്യം ആ ഒരു ഡെയിലി യൂസിന് അതുപോലെ തന്നെ സിറ്റി ഡ്രൈവിനൊക്കെ വളരെ നല്ലൊരു വാഹനമാണിത്. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് AC-യുടെ പവർ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ AC-യുടെ കാര്യം ഞാൻ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ യൂസ് ചെയ്യാണ്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള AC ആണ്. അതായത് AC-യുടെ കാര്യത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. നെക്സോൺ പെട്രോൾ ഡീസൽ കണ്ടിരുന്ന അതേ ഒരു AC-യുടെ പവറും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്കും ഒരു 30 യൂണിറ്റ് കറണ്ട് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ തുച്ഛമായിട്ട് നിരക്കിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം ഒരു യൂണിറ്റിന് ഏകദേശം 6-7 രൂപ ആ ഒരു നിരക്കിലാണല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് പെട്രോൾ ഡീസൽ നമ്മൾ ഒരു മാസം അടിക്കുന്ന ആ ഒരു കണക്കും പിന്നെ ഈ ഒരു ചാർജിങ്ങിനാവുന്ന ഒരു കണക്കൂടെ ഒന്ന് ചാർജുകൾ തമ്മിലൊന്ന് കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ തുക വളരെ ചെറുതാണ്. അത്യാവശ്യം ഇപ്പോൾ പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില്ല, കുറച്ചൊരു ഓഫ് റോഡ് റൂട്ടാണ്. അപ്പം സസ്പെൻഷൻ്റെ കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സസ്പെൻഷനും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പഴയ നെക്സോൺ അല്ലെ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ നെക്സോണിൻ്റെ ആ ഒരു സസ്പെൻഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു EV-യിലേക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം ഈ ഒരു ഗ്രീൻ നമ്പർ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് വാഹനമാണ്. കൂടാതെ EV-യുടെ ബാഡ്ജും ഇവിടെ സിട്രോൺ ടെക്നോളജിയുടെ ആ ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് തന്നെ നെക്സോണിൻ്റെ ഉണ്ട്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ സെയിം വാഹനം തന്നെയാണ്. ഇതിൽ ഇലക്ട്രിക് വാഹനമായി എന്നുള്ള മാറ്റങ്ങളല്ല, വേറൊന്നും തന്നെയില്ല. ഇതാണ് ഇതിൻ്റെ ചാർജർ. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ പവർ പ്ലഗിൽ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. രാത്രിയിലൊക്കെ ഒരു 8 മണിക്കൂർ കുത്തിയിട്ടാൽ മതിയാവും. കറക്റ്റ് 8 മണിക്കൂർ തന്നെ അത് കണക്ട് ചെയ്ത് കുത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർ ചാർജ് ആകുന്ന അത്ര നല്ലതല്ല. അതിൽ നല്ലത് കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചാർജ് ചെയ്ത് വെക്കുന്നതാണ്. കൂടാതെ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ഒരു സ്റ്റേഷനിൽ നമുക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ 80 to 100 ആ ഒരു % നമുക്ക് ചാർജ് കയറും. അപ്പം ഞാൻ ആ ഒരു സ്റ്റേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഏതൊക്കെ സ്ഥലത്തുണ്ട്, എത്ര സ്റ്റേഷനിലുണ്ട് എന്നൊക്കെയുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഈ ഇലക്ട്രിക് EV-യുടെ വിശേഷങ്ങളൊക്കെ. അപ്പം ഇനിയിപ്പം വരുന്ന കാലഘട്ടത്തിൽ ഇനി വരുന്ന ഇയേഴ്സിലേക്കൊക്കെ ഇലക്ട്രിക് യുഗമായിരിക്കും. എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഈ ഒരു വാഹനമായിരിക്കും. കാര്യം നമുക്ക് അത്ര എക്കണോമിക്കലി നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പം ടാറ്റയുടെ ഈ ഒരു വാഹനം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡ്രൈവ് ചെയ്യുന്നതും. അപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല രീതിയിൽ പൈസ ലാഭിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതായത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വലിയ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വാഹനം എടുക്കുന്നവരൊക്കെ ഈ ഒരു വാഹനം കൂടിയൊക്കെ ഒന്ന് നോക്കുക. വളരെ നല്ലൊരു വാഹനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നെക്സോൺ EV-യുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ പുതിയൊരു വാഹന വിശേഷവുമായി വരുന്നവരേക്കും ആതിര മുരളി സൈനിങ് ഔട്ട്.